ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുകൊണിതാദൃതാനനേന്ദോ മമ വാചി വിജൃംഭതാം മുരാരേ മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവാഞ്ചിതം വിജയതാം മമ വാങ്മയ ജീവിതം വന്ദേ മദനഗോപാലം രാസലീലാസമുദ്യതം യമുനാ പുളിനാവാസം ഗോപീജന സമാവൃതം ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിന്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള സ്ഥാനം, നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയിട്ടുള്ള ദശമസ്കന്ധത്തിന്റെ ആ ദശമത്തിന്റെ ഒരു തിലകമാണ് യഥാർത്ഥത്തിൽ ഗോപികാഗീതം, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മള് ഓരോരോ ശ്ലോകങ്ങളിലൂടെ ആസ്വദിച്ച് ആനന്ദിച്ച് മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു ഭാഗവതത്തിന്റെ ധർമ്മം ഊറി നിൽക്കുന്നതായിട്ടുള്ള, പാലിൽ നിന്ന് നെയ്യ് എങ്ങനെയാണോ കടഞ്ഞെടുക്കുന്നത് അതേപോലെ ഈ ഭാഗവതമാകുന്ന പാലിന്റെ ആ നെയ്യിന്റെ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഗോപികാഗീതം. ഭക്തി ഗ്രന്ഥമായിട്ടുള്ള ഭാഗവതത്തിൽ നിന്നും നമുക്ക് എന്താണ് ഈ ഭാവം, ഭക്തിയുടെ ഭാവം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആ ഗോപികാഗീതം. അവര് യമുനയുടെ മടിത്തട്ടില് അമ്മയുടെ ആ കാൽച്ചോട്ടിൽ കിടന്ന് നീറി 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 കരഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തോടായിട്ട് വിളിച്ച് കരയുന്നതായിട്ടുള്ള ഗോപികാഗീതം. അവിടെ നമ്മള് 7 ഗീതങ്ങൾ നമ്മൾ കേട്ടു. ഇന്ന് 8ാമത്തെ ഗീതങ്ങള്. 7ാമത്തെ ഗീതങ്ങളിൽ എന്താണ് പറഞ്ഞത്? അവിടുത്തെ അല്ലെ ഈ സൗന്ദര്യത്തിന് കാരണം, അല്ലെ സ്ത്രീകളുടെ സൗന്ദര്യത്തിന് കാരണം ഈ തഴച്ചു വളരുന്നതായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കണ്ണ അതിനെയൊക്കെ ചവിട്ടി ഉടച്ചോളൂ എന്ന് നമുക്ക് പ്രാകൃതമായിക്കൊണ്ട് അല്ലെങ്കിൽ ലൗകിക ഭാഷയിൽ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ്? ആധ്യാത്മികമാണ്. അവിടെ അവിടെ കൃണുകുചേഷു നൃന്തി ഹൃച്ഛയം. ഹൃച്ഛയം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കണമെങ്കിൽ ഹേ കണ്ണ അവിടുത്തെ ആ തൃപ്പാദങ്ങളൊന്ന് സ്പരിശിച്ചാൽ മതി. അതുകൊണ്ട് ആ തൃപ്പാദങ്ങള് ഞങ്ങളുടെ ഈ മാർവിടത്തില് ഒന്ന് ചവിട്ടി അവിടുന്ന് ഞങ്ങളെ ഈ അബലകളായിട്ടുള്ള ഞങ്ങളെ ബലകളായിക്കൊണ്ട്, അല്ലെ ബലവാനായിക്കൊണ്ട് ബലവതികളായിക്കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ അവിടുത്തെ യഥാർത്ഥ രൂപത്തെ അല്ലെങ്കിൽ യഥാർത്ഥ ഭാവത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ കണ്ണ എന്നുള്ളൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുത്ത ഗോപി പറയാണ്, മധുരയാഗിരാവൽപുവാക്യയാ ഉധമനോജ്ഞയാ പുഷ്കരേക്ഷണാം വിധികരീരിമാ വീരമുഹ്യതീഹി അധരസീധുനാ അപ്യായയസ്വനാ മധുരയാഗിര. ഇതൊരു മാധുര്യാണ് കണ്ണന്റെ ആ വാക്കുകളിൽ നിന്ന്, അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ആ അമൃതം, അല്ലെ? കണ്ണന്റെ അമൃതരസം എന്നുള്ളത് അല്ലെങ്കിൽ ആ അധരാമൃതത്തിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള മാധുര്യം അല്ലയോ ഹേ പുഷ്കരക്ഷണ ചന്താമര കണ്ണ. അവര് ഓരോ പ്രാവശ്യവും ഓരോരോ സംബോധനകളാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, അല്ലെ? ഇവിടെ പറയാണ്
ഹേ ചെന്താമരക്കണ്ണ എന്ന് പറയാൻ കാരണം എന്താണ്? ആ മുഖകമലത്തിന്റെ ആദ്യം പറഞ്ഞു അല്ലെ, മുഖകമലത്തിന്റെ നിറഞ്ഞ പുഞ്ചിരിയാണ് ഞങ്ങളുടെ അഹങ്കാരങ്ങളെ ഇല്ലാണ്ടാക്കുന്നെങ്കിൽ അതൊന്ന് കാണിക്കൂ കണ്ണ. ഇനി അതല്ല, ഇനി ഞങ്ങളുടെ ഈ ഗർവിന് കാരണം ഞങ്ങളുടെ ഈ ശരീരാവയവങ്ങളാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് തച്ചൊടച്ചു കളയൂ. അതിനു വേണ്ടിയിട്ട് അവിടുത്തെ പാദങ്ങളെ ധ്യാനിച്ചു അല്ലെ. നോക്കൂ, നേരെ നുറപുഞ്ചരിയിൽ നിന്ന് നേരെ പാദങ്ങളിലേക്കായി വീണ്ടും മുഖകമലത്തിലേക്ക് എത്തുന്നു. എന്താണ് മുഖകമലം? ചെന്താമരേക്ഷ ചെന്താമരക്കണ്ണാന്ന് വിളിക്കുകയാണ്, പുഷ്കരേക്ഷണ. അങ്ങനെ വീരനായിട്ടുള്ള പുഷ്കരേക്ഷണ മധുരയാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ ബുധമനോജ്ഞയാ ഗിര. അവിടുത്തെ വാക്കുകൾ എങ്ങനെയാണ്? എന്തോ ഒരു മാധുര്യാണ് അവിടുത്തെ വാക്കുകള്. ആ ഓടക്കുഴലിനൊക്കെ എന്തൊരു സുഖം അല്ലെ. സദാസമയവും ഈ മാധുര്യപാനം ചെയ്യാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഈ മാധുര്യം പകർന്നു തരുന്നത്? അവിടുത്തെ ഓരോരോ വാക്കുകളും, അവിടുത്തെ ഓരോരോ ആശയങ്ങളും, അവിടുത്തെ ഓരോരോ ആജ്ഞകളും. ഹേ കണ്ണ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാധുര്യം, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കൈപ്പേറിയതായിട്ടുള്ള ഈ ജീവിതം, പുളിരസത്തോടു കൂടിയതായിട്ടുള്ള ഈ ജീവിതത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതം മാധുര്യവത്താക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉതകുന്നതാണ് അവിടുത്തെ ഓരോ വാക്കുകളും. ആ വാക്കുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ മയങ്ങി നിന്റെ മുമ്പിലേക്ക് വന്നത്. നിന്റെ നാവിൽ നിന്നും വരുന്നതായിട്ടുള്ള ഓരോരോ വാക്കുകള്, ആ വാക്കുകൾ ചിലപ്പോ ചിലപ്പോ നീ ആ ജഗന്മോഹനമായിട്ടുള്ള ആ ഓടക്കഴിലൂടെ നീ ഞങ്ങളിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ കേൾക്കുമ്പോഴും കണ്ണ, ആ വാക്കുകൾ എന്തോ ഞങ്ങളുടെ മനസ്സിന്റെ ആ ഏതോ ഒരു കോണിൽ ചെന്ന് അത് ഒളിച്ചിരുന്നു കൊണ്ട് മനസ്സിന്റെ എല്ലാ മാറാലകളെയും അത് തുടച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കി തരുന്നു. അങ്ങനെയുള്ള മധുരയാ, എന്തൊരു മാധുര്യ കണ നിന്റെ വാക്കുകൾക്ക്, നിന്റെ അധരാമൃതത്തിന്. അപ്പൊ നിന്റെ അധരാമൃതത്തിലെ ആ തൃച്ചുണ്ടുകളില്, തൊണ്ടിപ്പുഴം പോലെയുള്ള തൃച്ചുണ്ടുകളില് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു ചുവപ്പെന്ന് പറയുന്നത് മാധുര്യം നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. അതിങ്ങനെ ഊറി 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 നിൽക്കുകയാണ് നിന്റെ ആ അധരം. ആ അധരത്തിന്റെ മഹാത്മ്യം എന്താണ്? ഈ ജീവിതത്തിന്റെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുന്ന, എന്ത് പറഞ്ഞാലും, കണ്ണന്റെ നാവിൽ നിന്ന് എന്ത് ഉച്ചരിച്ചാലും അത് ഞങ്ങളുടെ മനസ്സിന്റെ ആ കോണിൽ വന്ന് തട്ടി എല്ലാം സുഖമാക്കുന്ന, അല്ലെങ്കിൽ ശുദ്ധഭാവത്തിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഇതെല്ലാം എതിലൂടെയാ വരുന്നത്? ആ അധരത്തിലൂടെയാണ്. അങ്ങനെയാണെങ്കിൽ കണ്ണ, ആ അധരത്തിന്റെ മഹാത്മ്യം എന്തായിരിക്കും? ആ അധരത്തിന്റെ മഹാത്മ്യം എന്തായിരിക്കും? അപ്പം കയ്പേറിയതായിട്ടുള്ള, ചവർപ്പേറിയതായിട്ടുള്ള ഈ ജീവിതത്തെയൊക്കെ ഞങ്ങളെ ഇല്ലാണ്ടാക്കി അതില് മാധുര്യമായിട്ടുള്ള ഒരു ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ നിന്റെ ഒരു വിളിയിൽ നിന്നും അല്ലെ, നിന്റെ ആ ഒരു ജഗന്മോഹനമായിട്ടുള്ള ആ ഓടക്കുഴലിൽ നിന്നും വരുന്നതായിട്ടുള്ള, അധരത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ വാക്കുകള്, ആ വാക്കുകള് ഇതൊരു മാധുര്യം. പിന്നെയോ വൽഗുവാക്യയാ, നീ വെറുതെയാണോ അത്? അല്ല, വൽഗുവാക്യ, മനോഹരമായിട്ടുള്ള ശൈലിയോട് കൂടിയിട്ടുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാലോ, എല്ലാവരെയും അല്ലെ, കണ്ണന്റെ സമ്പ്രദായത്തിന് അറിയാം നമുക്ക് അല്ലെ, ഗോപന്മാര് തൊട്ട് അല്ലെ, നീ ഗുരുക്കന്മാര് വരെയുള്ള, അല്ലെങ്കിൽ വേണ്ട, അണു മുതൽ ബ്രഹ്മാവ് വരെ ഉള്ളവരെ ഒരേപോലെ സന്തോഷിപ്പിക്കുന്നു അല്ലെ. ഗോപന്മാർക്ക് പ്രിയ സഖാവായിക്കൊണ്ട്, യശോദാമയ്ക്ക് തന്റെ ഉണ്ണി ആയിക്കൊണ്ട് അല്ലെ, ഗോപികമാർക്ക് തന്റെ തോഴനായിക്കൊണ്ട്, ഇങ്ങനെ എല്ലാ ഭക്തിയും നിറഞ്ഞതായിട്ടുള്ള ആ ഉണ്ണിക്കണ്ണൻ അല്ലെങ്കിൽ കൃഷ്ണൻ അല്ലെ. കൃഷ്ണ തത്വം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വൽഗുവാക്യയാ, നിന്റെ ആ നാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള വാക്കുകള് സഖാക്കളായിക്കൊണ്ട് കാണുന്നവരെ അത് അവരുടെ ആ സഖ്യം അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നു അല്ലെ. അമ്മമാർക്ക് എങ്ങനെയാണ്? അമ്മമാർക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹം, വിനയം അല്ലെങ്കിൽ ബഹുമാനം, അത് നീ യശോദാമയ്ക്ക് കൊടുക്കുന്നു അല്ലെ. എന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ വൽഗുവാക്യയാ, മനോഹരമായിട്ടുള്ള ശൈലിയോടുകൂടി ബുധമനോജ്ഞയാ. ഇനി ഇങ്ങനെയാണോ? കുട്ടികൾക്ക് മാത്രമാണോ
സാധാരണക്കാർക്ക് മാത്രമാണോ? അല്ല, ബുദ്ധിമാന്മാർക്ക് പോലും മനസ്സിന് ആനന്ദം നൽകുന്നതായിട്ടുള്ള ഗിര, അവിടുത്തെ ആ വാക്ക് അല്ലേ. ഇപ്പം അങ്ങനെയുള്ള ഹേ ചെന്താമര കണ്ണ, അവിടുത്തെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, എല്ലാവരെയും ആനന്ദത്തിൽ ആറാടിക്കുന്നതായിട്ടുള്ള അവിടുത്തെ ആ വാക്കുകള് വിധികരീരിമാ വീരമുഹ്യതീഹി അധരസീധൂനാ സീധുനാ അപ്യായസ്വനഃ. അവിടെ പറയാണ് മുഹ്യതീഹി വിധികരീഹി. ഞങ്ങളൊക്കെ എത്ര മോഹിച്ചു കണ്ണ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും നേരവും ഞങ്ങളുടെ കൂടെ ആടി പാടി അല്ലെ, ഞങ്ങളുടെ ഒക്കെ മനസ്സിനെ ആനന്ദിപ്പിച്ചതായിട്ടുള്ള കണ്ണന്റെ ആ വേണുഗാനമോ, അല്ലെങ്കിൽ കണ്ണന്റെ ആ ഒരു വിളിയോ, രാധേ രാധേ എന്നുള്ള വിളിയോ, ഗോപി ഗോപി എന്നുള്ള ഒരു വിളിയോ ഒന്നും കേൾക്കാതെ വന്നപ്പോഴേക്കും ആകെ മനസ്സങ്ങോട്ട് കലങ്ങിപ്പോയി കണ്ണ. അതുകൊണ്ട് മുഹ്യതീ, മോഹിച്ചു പോയി ഞങ്ങള്. നിന്റെ ആ നാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ മാധുര്യമേറിയതായിട്ടുള്ള വാക്കുകളെ കൊണ്ട് ഞങ്ങൾ എത്രയോ ആനന്ദിച്ചിരിക്കുന്നു കണ്ണ. അതുകൊണ്ട് നിന്റെ ആ ഒരു വിളി കേൾക്കാൻ, നിന്റെ ഒരു മൂളൽ കേൾക്കാൻ, നിനക്ക് ആ ഓടക്കുഴലിലൂടെ ആ ഒന്നുമില്ലെങ്കിലും പല വിധത്തിലുള്ള രാഗങ്ങള് ഒന്ന് ഇതാ ഓടിക്കുമ്പോൾ അത് കേൾക്കുവാൻ വേണ്ടിയിട്ട് തനിക്ക് സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇതാ ഞങ്ങൾ അതിനകത്ത് മോഹിച്ചു. മുഹ്യതീ വിധികരീഹി, അങ്ങനെ ആ മോഹത്തിൽ അല്ലെ അകപ്പെട്ടു ഞങ്ങള്. പിന്നെയോ വിധികരീ ഇമാ വീരമുഹ്യതീ. അപ്പം ഇങ്ങനെയുള്ള ആ നിന്റെ ആജ്ഞാനുസാരിണികളായിട്ടുള്ള ഈ അടിയങ്ങളെ ഇങ്ങനെ മോഹിച്ചപ്പോ എന്തായി? നിന്റെ വാക്കുകളെ ഒക്കെ ഞങ്ങൾക്ക് വിശ്വാസമായി. നീ പറയുന്നത് എന്തും ചെയ്യാൻ തയ്യാറാണ് അല്ലെ. നീ പറഞ്ഞു അല്ലെ, ഞങ്ങള് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഞങ്ങള് വസ്ത്രം ഇവിടെ വന്ന് മേടിക്കണമെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയോ? അവിടെ ഇല്ല. നിന്റെ വാക്കുകളിൽ മുഴുവൻ എന്താണ്? നിന്റെ വാക്കുകളിൽ മുഴുവൻ ഭക്തിയുണ്ട്, ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്, സംരക്ഷണമുണ്ട് അവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മടിയില്ലാതെ ഞങ്ങൾ നഗ്നകളായിക്കൊണ്ട് വന്ന് നിന്റെ മുമ്പിൽ വന്ന് ആ വസ്ത്രങ്ങൾ സ്വീകരിച്ചില്ലേ കണ്ണ. ഞങ്ങൾ അത്ര കണ്ട് മോഹിച്ചു നിന്റെ വാക്കുകളിൽ. മുഖ്യതീ വിധികരി, നീ വിധിച്ചതായിട്ടുള്ള നീ പറയുന്നത് എന്തും ചെയ്യാൻ ആജ്ഞ ചെയ്തു കഴിഞ്ഞാല് അതിനെ ഞങ്ങൾക്ക് സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു ധർമ്മനിഷ്ഠ, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണം എന്താണ്? നിന്റെ വാക്കുകളെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെ. നിന്റെ അച്ഛനമ്മമാരെ പോലും നീ പറയുന്നതിനനുസരിച്ച് കൊണ്ട് ഗോവർദ്ധനത്തിനെ പൂജിക്കാൻ തയ്യാറായി. പതിവായിട്ട് ചെയ്തതായിട്ടുള്ള ചടങ്ങുകള്, കർമ്മങ്ങൾ പോലും മാറ്റുവാൻ കാരണമായിട്ടുള്ള നിന്റെ വാക്കുകൾ പരബ്രഹ്മമായിട്ടുള്ള ആ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള വാക്കുകളായിട്ട് ഞങ്ങൾ സ്വീകരിച്ച് മോഹിച്ചു പോയി കണ്ണ. വിധികരീതിമ, അങ്ങനെ ആജ്ഞാനുസാരിണികളായിട്ടുള്ള ഈ അടിയങ്ങളെ അധരസീധയാ അധരസീധുനാ അപ്യായസ്വന. അവിടെ പറയുന്നു അധരാമൃതത്തെ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ജീവിതത്തെ തിരിച്ചെടുപ്പിക്കില്ലേ കണ്ണ. ഞങ്ങൾ അവിടുത്തെ വാക്കുകൾ കേൾക്കുവാൻ വേണ്ടി ഇത് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ അധരാമൃതത്തിനെ ഞങ്ങൾ പാനം ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ ദാഹിച്ചിരിക്കുന്നു. ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഞങ്ങളെ ഒരിക്കലെങ്കിലും കണ്ണ അവിടുത്തെ ആ അധരപാനം, അധരാമൃതം, അധരവാണികള് ഞങ്ങളുടെ ജീവിതത്തില് ഒരു സന്തോഷം തരുന്നതായിട്ടുള്ള വാക്കുകൾ അവിടെ തരാൻ അവിടത്തേക്ക് അനുഗ്രഹം ഉണ്ടാവണേ. അങ്ങനെ ഭഗവാന്റെ മധുരമായതും മനോഹരമായിട്ടുള്ള ശൈലിയോട് കൂടിയതുമായിട്ടുള്ള പിന്നെയോ ബുദ്ധിമാന്മാർക്ക് അല്ലെ ആ വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകള് കേൾക്കുന്നത് കൊണ്ട് ഞങ്ങളൊക്കെ ആ മോഹവലയത്തിൽ അകപ്പെട്ടു പോയി കണ്ണ. കണ്ണന്റെ നാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ അധരത്തിലൂടെ ഊറി വരുന്നതായിട്ടുള്ള ഒരക്ഷരമാണെങ്കിൽ പോലും, കണ്ണ അത് ഞങ്ങളുടെ ആ എല്ലാ ജീവിതത്തിന്റെ സന്തോഷത്തിനും കാരണമാകുകയാണ് അവിടെ. അങ്ങനെ മോഹത്തില് അകപ്പെട്ടു പോയതായിട്ടുള്ള ഞങ്ങളെ ആ അധരാമൃത രസം പകർന്ന് ഞങ്ങളുടെ ഈ മോഹത്തിൽ നിന്ന് ഉണർത്തുക. എന്നിട്ടോ ഒരു പുതിയൊരു ജീവിതം, പുതിയൊരു ജീവൻ നൽകണേ. കാരണം ഇന്ന് ഞങ്ങൾക്ക് ജീവൻ ഇല്ല ശരിക്കും അല്ലേ. എവിടെയാ ജീവൻ ഇരിക്കുന്നത്? മുഴുവൻ കണ്ണനിലാണ് ജീവൻ. ഞങ്ങൾക്ക് ഇന്ന് ജീവൻ ഇല്ലാത്തൊരവസ്ഥയാണ്.
അപ്പം ഞങ്ങൾക്കൊരു ജീവൻ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടുത്തെ ആ ഒരു അധരാമൃതം ഞങ്ങൾക്ക് ഉണ്ടാവണം. അധരത്തിലൂടെ വരുന്ന വാക്കുകൾ കേൾക്കുക. ഭഗവാന്റെ വാക്കുകൾ കേൾക്കയാൽ തന്നെ ഞങ്ങള് കാമമോഹിതരായി പോയെന്നും അല്ലെങ്കിൽ അധരപാനം സാധ്യമാക്കി തങ്ങളുടെ കാമത്തെ തൃപ്തിപ്പെടുത്തണമേ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അർത്ഥം എടുക്കാം, വിരോധമില്ല. പക്ഷേ എങ്കിൽ പോലും ഇവിടെ എന്താണ് യഥാർത്ഥത്തില്? ഇവിടെ നമുക്ക് ആ ആധ്യാത്മികമായിട്ടുള്ള അവിടുത്തെ അധരാമൃതത്തിൽ നിന്ന്, അധരാമൃതം എന്നുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭഗവത് കഥകളുടെ വിശേഷണമാണ് യഥാർത്ഥത്തില് അമൃതം എന്ന് പറയുന്നത്, അല്ലേ? അധരാമൃതം എന്ന് പറയുന്നത്. ഇതെല്ലാം വിസ്തരിച്ച് ഗാനരൂപത്തില് ആഖ്യാനം ചെയ്യുവാൻ പൂർവജന്മ പുണ്യം കൊണ്ട് അത് സാധ്യമാക്കൂ. ശരിക്ക് ഇങ്ങനെ ഇതിലെല്ലാം ഒരു ഗീതമായിട്ട് മാറ്റുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം ഞങ്ങള് അപ്രകാരമുള്ളവരാകയാൽ മാത്രം, അതുകൊണ്ട് ഇപ്പോഴിതിനിതാ ഞങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ചു. ഇപ്പൊ ഇതും ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ പറയുകയാണ്, അല്ലെ? നിന്നോട് ഉണർത്തിക്കുന്നതായിട്ടുള്ള ഇതൊരു ഗീതമായിക്കൊണ്ട് ഞങ്ങൾക്ക് പാടാൻ സാധിച്ചല്ലോ. അതും ആ ഭാഗ്യം ഭഗവത് ദർശനത്തില് പര്യവസാനിപ്പിക്കുമാറ് ആകണമേ എന്നുള്ള ഈ ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തില്. ഈ ഒരു പ്രാർത്ഥന ശരിക്ക് എന്താണ്? അവിടുത്തെ ഒരു അക്ഷരം ഉച്ചരിച്ചാൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് കണ്ണ. പിന്നെയോ ഇനി അവിടെ പറയുന്നുണ്ട്, അപ്യായനം എന്ന് പറഞ്ഞാല് ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ നിനക്ക്? ഇപ്പൊ ഞങ്ങളുടെ ഇരുട്ടത്തിൽ ഇങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പം മനസ്സിൽ ഭീതി വന്നുകൂടി ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത അവസ്ഥയില് ഞങ്ങളെ എവിടെയൊക്കെയോ തളച്ചിട്ടിരിക്കുകയാണ്. ഈ തളയ്ക്കല്, ഈ മനസ്സിന്റെ ഒരു കെട്ടുപാടുകള് അതെല്ലാം വിട്ട് സ്വതന്ത്രമാക്കിക്കൊണ്ട് നീ അവിടുന്ന് ഞങ്ങളെ വേറൊരു അവസ്ഥയിലേക്ക് മാറ്റിത്തരണം കണ്ണ. എങ്ങനെ മാറ്റിത്തരാൻ സാധിക്കുന്നത്? അങ്ങനെ അധരസീധുന നഹ അപ്യായ അധരസീധുന അപ്യായന. അതായത് സീധു എന്ന് പറഞ്ഞാല്, ഒരു തരത്തിൽ പറഞ്ഞാല് സീധു എന്ന് പറഞ്ഞാല് മദ്യം എന്നാണ് അർത്ഥം ശരിക്ക്. അതായത് അറിഞ്ഞൂല, ലഹരി പിടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ദ്രാവകം, അതാണ് സീധു. അപ്പൊ ഏതാണ് ലഹരി പിടിപ്പിക്കുന്നതായിട്ടുള്ള മദ്യം? എന്താണ് വസ്തു എന്ന് പറഞ്ഞാല് ഈ അവിടുത്തെ ആ ഒരു അധരം. അത്ര കണ്ട് മാരകമായിട്ടുള്ള ഒരു ലഹരിയാണത്. ആ ലഹരി ഞങ്ങൾക്ക്, അല്ലെ, നാമലഹരിയായിട്ട് ഞങ്ങളുടെ മനസ്സിലേക്ക് അതങ്ങോട്ട് വീണു കഴിഞ്ഞാൽ, അത്തരം വാക്കുകൾ പറയുവാൻ പ്രാപ്തനായിട്ടുള്ള അവിടുത്തെ ആ അധരരസം യഥാർത്ഥത്തിൽ എന്തായിരിക്കും? അതൊരു മാദകമായിരിക്കും. അത്, അല്ലെ, മാദകമായിട്ടുള്ള ഒരു രസമായിരിക്കും അവിടുത്തെ അധരം. അത് വിതരണം ചെയ്താൽ മാത്രമേ ഇനി ഞങ്ങൾക്ക് എന്താണ് പൂർവാവസ്ഥ കിട്ടുള്ളൂ. ഞങ്ങൾ എങ്ങനെയാണോ കണ്ണന്റെ അടുത്തേക്ക് എല്ലാം വിട്ട് ഓടി വന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണേ കണ്ണ. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അവിടുത്തെ ആ അധരത്തിലൂടെ ഒരക്ഷരമെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരണേ കണ്ണ. ഞങ്ങൾക്ക് പൂർവാവസ്ഥയിലേക്ക് എത്തണേ കണ്ണ എന്നുള്ള ആ ഒരു വേദനയോട് കൂടിയിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ ആ അധരരസത്തിന് ശരിക്കും എന്താണ്? അധരരസം കൊണ്ടുള്ള ഗുണം എന്താണ്? ഈ അധരരസമാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള വിവേകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. വിവേകം പകരുവാൻ കഴിവുള്ളതിനാൽ അത് ആസ്വദിച്ചാൽ ഞങ്ങൾക്കും ആ ഒരു വിവേകം ഉണ്ടാവട്ടെ കണ്ണ. ആ ഒരു വിവേകത്തിലൂടെ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ മാറി സുഖമായിട്ട് ഞങ്ങൾക്കും ഈ കാണുന്നതായിട്ടുള്ള അശുദ്ധവും ഈ പുൽച്ചാടികളും പുഴുക്കളും ഒക്കെ സന്തോഷിക്കുന്ന പോലെ കണ്ണ ഞങ്ങളെയും അതിനനുഗ്രഹിക്കണേ. അതിനവിടുത്തെ ആ ഒരു വാണി, ആ അധരരസം ഞങ്ങൾക്ക് ഒന്ന് നുകരുവാൻ അവിടത്തേക്ക് അനുഗ്രഹിക്കുക. ബുധമനോജ്ഞയാ. അപ്പൊ അതവിടെ ബുധമനോജ്ഞന്മാര് വരെ, അല്ലെങ്കിൽ ബുദ്ധിമാന്മാര് വരെ ആനന്ദം കൊള്ളുന്നുണ്ട് എങ്കിൽ അത് ലൗകികമല്ല എന്നുള്ള ഉറപ്പായി അവിടെ, അല്ലേ? ജ്ഞാനികളായിട്ടുള്ള ബുദ്ധി ഉള്ളവര് അവർക്ക് പോലും ബുധമനോജ്ഞയാ വൽഗുവാക്കിയ, അല്ലെ, വൽഗുവാക്കിയ ബുധമനോജ്ഞയ. നിന്റെ മനോഹരമായിട്ടുള്ള ഈ ഒരു വാക്കുകള് എന്താണ്? ജ്ഞാനികളായിട്ടുള്ള തപസ്വികളായിട്ടുള്ള യോഗീശ്വരന്മാര് പോലും ആനന്ദിക്കുന്നതായിട്ടുള്ള നിന്റെ വാക്കുകള്, ആ യോഗീശ്വരന്മാർ ആനന്ദിക്കുന്ന വാക്കുകളില് ലേശമെങ്കിലും ഞങ്ങൾക്ക് പകർന്നു തരണേ കണ്ണ. അപ്പം അത് യഥാർത്ഥത്തിൽ എന്താണ്?
അത് മുഴുവൻ ഭഗവാന്റെ നാവിൽ നിന്ന് വരുന്നതായിട്ടുള്ള അധരവാണികൾ മുഴുവൻ ധർമ്മമാണ് അവിടെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ബുധമനോജ്ഞയ വൽഗുവാക്യ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അധർമ്മ ബുദ്ധി അതോടെ അവിടെ അസ്തമിക്കുകയാണ്. അവിടെ നമുക്ക് നമ്മളുടെ പ്രാകൃതമായിട്ടുള്ള നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മള് അല്ലെ അധരാമൃതം എന്നുള്ളത് നമ്മള് പറയുമ്പോഴത്തേക്കും നമുക്കൊക്കെ അത് പ്രാകൃതമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ അധരാമൃതം എന്ന് ഉദ്ദേശിക്കുമ്പോ എന്താണ്? ബുധമനോജ്ഞയ അധരാമൃതം അല്ലെ, ജ്ഞാനികളെ പോലും ആനന്ദിപ്പിക്കുന്നതായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ് കണ്ണന്റെ ആ അധരത്തിലൂടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അധരപാനത്തിലൂടെയുള്ള കാമസംതൃപ്തി അല്ല ആ ഗോപികമാർ അവിടെ ആഗ്രഹിക്കുന്നത്, പിന്നെയോ മാനസികമായിട്ടുള്ള ഒരു ഉത്തേജനമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം. ഇന്ന് അബലകളായിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ഇന്ന് ഞങ്ങൾ നടക്കുകയാണെങ്കിൽ കണ്ണ അവിടുന്ന് ഒന്ന് പുനരുജ്ജീവിപ്പിക്കണം ഞങ്ങളെ. അതാണ് യഥാർത്ഥത്തില് ഈ സീധു അല്ലെങ്കിൽ മദ്യം അല്ലെങ്കിൽ ലഹരിയായിട്ട് ആ അധരപാനത്തിനെ കുറിച്ച് അവരവിടെ പറയുന്നതെന്ന് പറയാണ്. ഇനി ഇതൊക്കെ മറിച്ച് നമുക്ക് ചിന്തിക്കാം അല്ലെ. ഇവിടെ പറയുന്നുണ്ട് ഈ രാസക്രീഡ എന്നുള്ളത് നടക്കുന്നത് ഭഗവാൻ എത്ര വയസ്സാ? 9 വയസ്സ്. എന്റെ ഉണ്ണിയെക്കായാലും 2 വയസ്സ് ഇളയതാ. 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ഉണ്ണികളെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോമളത്വം, അവരുടെ ആ ഒരു കൗതുകം കണ്ടു കഴിഞ്ഞാല് ആരാ എടുത്ത് നമ്മള് ഒക്കത്ത് വെച്ച് അല്ലെ ആ കവിളത്ത് ഒന്ന് ഉമ്മ വെച്ച് കടിച്ച് പൊട്ടിച്ച് അല്ലെ, നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ആ സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ആ ഒരു നിഷ്കളങ്കത, ആ ഒരു ശുദ്ധമായിട്ടുള്ള മനസ്സിന്റെ മൂർത്തിയെ നമ്മളോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് അതിനുവേണ്ടി മോഹിക്കും നമ്മള് അല്ലെ. കൊച്ചു കുട്ടികളെ കണ്ടു കഴിഞ്ഞാല് നമ്മളെടുത്ത് അല്ലെ നമ്മളുടെ ആ കവളത്തേക്ക് വെച്ചുകൊണ്ട് ഉമ്മ വെച്ച് നമുക്ക് വിടാൻ സാധിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതേ അവസ്ഥയാണ് ശരിക്കും ഗോപികമാർക്കും അതേ അവസ്ഥ. അതുകൊണ്ടാണ് ആ കുട്ടികളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള കൗതുകമായിട്ടുള്ള ആ ഒരു ചിരി പോലും നമ്മളുടെ മനസ്സിന്റെ ഭാവത്തെ മാറ്റി തരുന്നുണ്ട് എങ്കിൽ അത് ബുധമനോജ്ഞയ വൽഗുവാക്കിയ ആ കുട്ടികളുടെ അല്ലെ എന്തെന്നില്ലാത്ത ഭാഷകള് അവരിൽ നിന്ന് വരുന്ന മാ മാ എന്നുള്ള ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആനന്ദം, ഈ ആനന്ദമാണ് യഥാർത്ഥത്തിൽ ഗോപികമാരെന്ന് അനുഭവിച്ചിരുന്നത്. കണ്ണ അതുകൊണ്ട് നിന്നെ ഒന്ന് കണ്ടാലോ, അല്ലെങ്കിൽ നിന്റെ കൈകളെ ഞങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണം എന്നില്ല, നീ ദൂരെ നിന്ന് നിന്റെ ആ പുഞ്ചിരി ഒന്ന് കാണിച്ചാൽ മതി. ഇനി വേണ്ട, ഇനി ആ പുഞ്ചിരി ഇല്ലെങ്കിലും നിനക്ക് നിന്റെ ആ അമൃതപാനം അല്ലെ അമൃതരസം പകരുന്നതായിട്ടുള്ള ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു വാക്ക് എന്നുള്ള രീതിയിൽ ആധരാമൃതം ചെയ്ത് ഞങ്ങളെ പൂർവാവസ്ഥയിലേക്ക് എത്തിക്കണേ കണ്ണ. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം. ഇനി ഞങ്ങൾക്ക് ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോ. ഇനി നീ എല്ലാം ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുത്ത് തരണം. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ കാൽക്കൽ വീഴാൻ വേണ്ടി വന്നവരാണ് ഞങ്ങള്. നബലകളാണ് കണ്ണാ ഞങ്ങള്. അതുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് തിരിച്ച് എടുക്കണമെങ്കിൽ നിന്റെ ഒരു വാക്ക് മതി. ബുധമനോജ്ഞയാ വൽഗുവാക്യയാ. അങ്ങനെ ആ ഭഗവാന്റെ അമൃതപാനത്തിന്റെ രസത്തെ പകർന്നു തരുവാൻ വേണ്ടി ഒരു ഗോപി അങ്ങനെ കിടന്ന് കരയുന്നു. മധുരയാ ഗിരാ വൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണാം വിധികരീരിമാ വീരമുഹ്യതീരധരസീധുനാപ്യായസ്വനാ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.